ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആരോടും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. പിന്നെ അവിടെ കുത്തിയിരുന്ന് സിഗരറ്റ് വലിക്കും. സിഗരറ്റ് എന്താണെന്നറിയാം, എന്തോ വലിക്കും. അവിടെ കറങ്ങി ഇങ്ങനെ ആര് വന്നാലും ചരിഞ്ഞിട്ട് നോട്ടം നോക്കി അവിടെ നിൽക്കത്തേ ഉള്ളൂ. 2 വർഷം മുമ്പ് ഇവിടെ പ്രശ്നമായിട്ട് ആൾക്കാരെല്ലാം കൂടെ തല്ലി റെഡിയാക്കി കച്ചവടം ഉണ്ടാക്കിയിട്ടേ അങ്ങനെ 1 വർഷമൊക്കെ ഉണ്ടായതാ. അപ്പം അകത്ത് കതവ് കുറ്റിയിട്ടിട്ട് വെട്ടിയതാ തള്ളെ. ആരും ഇല്ലായിരുന്നു. അവരെന്തോ ഒരു കരച്ചിൽ കേട്ടിട്ട് ഓടിച്ചെന്നാ ദാമോദരേട്ടനും ഭാര്യയും കുടുംബം എല്ലാം കൂടെ വെട്ടി പൊളന്ന് കളഞ്ഞു. തലയും വെട്ടി പൊളിച്ചു കളഞ്ഞു. ലഹരിക്കടിമയായ ഒരു യുവാവ് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി പണം നൽകാത്തതിന്റെ പേരിൽ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തറയിൽ തന്നെ രക്തപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇതുവഴിയാണ് ആ മാതാവിന്റെ മൃതദേഹമെല്ലാം എടുത്തു കൊണ്ടുപോയിരുന്നത്. വളരെ ഭീതിജനകമായ കാഴ്ചയായിരുന്നു ഈ വീടിനകത്ത് കയറിയ സമയത്ത് തങ്ങൾ കണ്ടത് എന്നാണ് പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. ആകെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു സുബൈദ എന്ന പേരായ ആ സ്ത്രീ. അവരുടെ മകൻ ആഷിഖ് 24 വയസ്സുകാരനായ ആഷിഖാണ് ഈ കൃത്യം നിർവഹിച്ചത്. ആഷിഖ് ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. ഇത്തരത്തിൽ 6ാമത്തെ വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ചതിന് ശേഷം ആ മാതാവ് തനിച്ചാണ് ആ മകനെ ഇത്രയും നാൾ പോറ്റി വളർത്തിയത്. 24ാമത്തെ വയസ്സിൽ ഏറ്റവും ഒടുവിൽ സ്വന്തം മകനാൽ തന്നെ ആ സ്ത്രീയുടെ ജീവിതം അവസാനിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. എന്തൊക്കെയായാലും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസി ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മളോടൊന്ന് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പയ്യൻ സ്ഥിരമായിട്ട് നാട്ടിലുണ്ടാകുന്നതാണ്. ഇന്നും ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരോടും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. പിന്നെ അവിടെ സലാമിന്റെ കട വരെ വരും. പിന്നെ അവിടെ കുത്തിയിരുന്ന് സിഗരറ്റ് വലിക്കും. സിഗരറ്റ് എന്താണെന്നറിയാം, എന്തോ വലിക്കും. അവിടെ കറങ്ങി ഇങ്ങനെ ആര് വന്നാലും ചരിഞ്ഞിട്ട് നോട്ടം നോക്കി അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇതിനു മുമ്പും ഈ പയ്യനെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി? 2 വർഷം മുമ്പ് ഇവിടെ പ്രശ്നമായിട്ട് ആൾക്കാരെല്ലാം കൂടെ തല്ലി റെഡിയാക്കി കച്ചവടം ഉണ്ടാക്കിയിട്ടേ അങ്ങനെ 1 വർഷമൊക്കെ ഉണ്ടായതാ. സ്ഥിരമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന പയ്യനാണ്. അവര് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, സക്കിൻ താത്ത പറഞ്ഞില്ലേ, അവര് എനിക്ക് പിന്നെ ഇത് മുഴുവൻ ഇപ്പം മയക്കുമരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ടെന്ന്. ഇവന്റെ മാതാവിനെ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാറ്. മാതാവ് പുള്ളിക്കാരി സുഖമില്ലാതെ കിടക്കുമല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ ഇവിടെ 30 ഏക്കറിലും കണ്ടായിരുന്നു. അവിടുന്ന് ഇവനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് താമസമായതാ. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങള് ഇല്ലായിരുന്നു. 2 മണിയായപ്പോ വേളം കേട്ടോണ്ട് വന്നപ്പോഴത്തേക്ക് അവിടുന്ന് തേങ്ങ പൊളിക്കാന്ന് പറഞ്ഞ് കത്തി മേടിച്ചിട്ട് അകത്ത് കതവ് കുറ്റിയിട്ടിട്ട് വെട്ടിയതാ തള്ളെ. ആരും ഇല്ലായിരുന്നു. അവരെന്തോ ഒരു കരച്ചിൽ കേട്ടിട്ട് ഓടിച്ചെന്നാ ദാമോദരേട്ടനും ഭാര്യയും കുടുംബം എല്ലാം കൂടെ. ചെന്ന് കഴിഞ്ഞപ്പോ ഇതോട്ട് വെട്ടിയിട്ട് അപ്പൊ ആൾക്കാരെല്ലാം കൂടെ കൂടി അവനെ പിടിച്ച് കെട്ടി പോലീസിനെ അറിയിച്ച്. നാട്ടുകാരാണോ പിടിച്ചു കെട്ടിയത്? നാട്ടുകാരെ പിടിച്ച് കെട്ടി കേട്ടോ? അവിടെ കെട്ടി അപ്പത്തേക്ക് പോലീസും വന്നു. വെട്ടി പൊളന്ന് കളഞ്ഞു. തലയും വെട്ടി പൊളിച്ചു കളഞ്ഞു. സ്വന്തം അമ്മയെ അതിനോട് ചോദിച്ചറിഞ്ഞ അതിന്റെ അമ്മയുടെ അനിയത്തി പുള്ളിക്കാരത്തി ചോദിച്ചറിഞ്ഞ പറഞ്ഞ് എന്നെ എന്തിനാ ജനിപ്പിച്ചു, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. സ്വന്തം ജനിപ്പിച്ചതിന് എന്നെ ജനിപ്പിച്ചതിന് ചെയ്താന്ന് പറഞ്ഞു. ആ പയ്യൻ പുറത്തെന്തോ ലഹരി വിരുദ്ധ കേന്ദ്രത്തിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. നേരത്തെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറെ പൈസയൊക്കെ മുടക്കി അവര് നോക്കിയതൊക്കെയാണ്. അച്ഛനൊന്നുമില്ല. അച്ഛൻ 6 മാസം ഉള്ളപ്പോ അങ്ങാണ്ട് ഇട്ടു പോയെന്ന് തോന്നുന്നു. എന്നിട്ട് ആ തള്ള നോക്കിയതാ. അവര് പെട്ടെന്ന് സുഖമില്ലാതായി വന്ന ഇവിടെ കണ്ണ അമ്മയെ വെട്ടിക്കൊന്ന അവർ ഉള്ള കൂലി കൊടുത്തതാ. ഇപ്പം മേഡത്തിന്റെ വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലെ? എന്താണ് ഈ ഒരു വീട്ടുകാരെ കുറിച്ച് പൊതുവെ? ഇവരിപ്പോ ഈ താത്തയുടെ ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 3 വർഷമൊക്കെ ഏകദേശം ആയിന്ന് തോന്നുന്നു. ഇവരുടെ ഇവിടുത്തെ ഇക്കായി മരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇവരിവിടെ നിൽക്കാൻ തുടങ്ങിയത്. കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മോനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അതൊക്കെ എത്രയോ നാട്ടുകാരൊക്കെ ഇടപെട്ട് എത്രയോ തവണ പോലീസൊക്കെ കൊണ്ടുപോയി അത് പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവർ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയി അവിടെ 7 മാസത്തോളം അവിടെ ചികിത്സ കഴിഞ്ഞ് വന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ താത്ത പറഞ്ഞ ഇവന് ഇവിടുന്ന് പോയിട്ട് 3-4 ദിവസമായിരുന്നു. അങ്ങനെ വന്നതാണെന്ന് ഇന്നലെ ഞാൻ രാത്രിയിൽ വന്നതാണെന്നുള്ള പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇതിനെപ്പറ്റി എന്താ നമുക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചാനലൊക്കെ വെക്കുമ്പോഴോ അല്ല പത്രത്തിൽ വരുന്ന ന്യൂസിലൊക്കെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളു. ഇതിപ്പം നമ്മുടെ കണ്ണു മുമ്പിൽ ഇവിടെ തന്നെ ഇങ്ങനെ സംഭവിച്ച് നമുക്ക് കേട്ടപ്പം പെട്ടെന്ന് എന്താന്നുള്ളൊരു ഇതായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ പഞ്ചായത്തിലായിരുന്നു. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്ന് 2:30 മണിയായി വീട്ടിലെത്തിയപ്പോൾ. അന്നേരമാണ് ഈ വീട്ടിലെ ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ വീട്ടിലെ ആളാണ് എന്നോട് ചേച്ചി പെട്ടെന്ന് ഇവിടെ വരെ വരാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് താത്തയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോയ പുറകിന് ഞാനിവിടെ എത്തി.
പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ട് ചെക്കനും പോലീസും എല്ലാവരും ഉണ്ടായിരുന്നു. അവന് പ്രത്യേകിച്ച് കുസലൊന്നുമില്ല. എന്താ നമ്മളിപ്പോൾ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പം ഇവർ രണ്ട് ചേട്ടത്തി അനിയത്തിയും പണിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. രണ്ടുപേരും പണിക്ക് പോയിട്ടാണ് ഈ കൊച്ചിൻ്റെ ചികിത്സയ്ക്കൊക്കെ പൈസ നല്ലോണം പൈസ ഇവർ ചിലവഴിച്ചിട്ടുണ്ട്. അത് ഈ താത്ത ഇവിടുത്തെ താത്ത പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ഈ പയ്യൻ ലഹരി ഉപയോഗിക്കുന്നതിന് ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ആ അതിന് ചികിത്സയ്ക്ക് വേണ്ടി നല്ലോണം ഇവർ പൈസ മുടക്കിയിട്ടുണ്ട്. രണ്ടുപേരും പണിയെടുക്കുന്ന കൂടുതൽ പൈസ അതിന് വേണ്ടി ഇവർ ചിലവഴിച്ചതാണ്. എങ്ങനെ അത് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് താത്ത ഇങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇത് മരണപ്പെട്ട സുബൈദയുടെ സഹോദരിയായ സക്കീനയാണ് ഈ വീടിന്റെ ഉടമ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്റെ മകനെ കാണുന്നതിന് വേണ്ടി ആശുപത്രി കിടക്കയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം തന്റെ മകനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് സുബൈദ ഈ വീട്ടിലേക്ക് താമസം മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്രമാത്രം ആ മാതാവ് മകനെ സ്നേഹിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരൊരു പാവം സ്ത്രീയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പോലെ താൻ എത്രയേറെ സ്നേഹിച്ച തന്റെ മകന്റെ കൈകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവസാനിച്ച വളരെ ഹൃദയഭേദകമായ വാർത്തയാണ് പിന്നീട് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. ആഷിഖ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. ഈ പയ്യൻ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് കാരണം ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷവും ഇപ്രകാരം മാതാവിനെ നിരന്തരമായി ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഉദ്ദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ആഷിഖിനെ നാട്ടുകാർ പിടികൂടുകയും നാട്ടുകാരിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ യുവാവ് നേർവഴിക്ക് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തൊക്കെയായാലും നമ്മുടെ സമൂഹം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന തരത്തിൽ ആശ്ചര്യമുണ്ടാക്കുന്ന അതേസമയം ഭയമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.